ജിതിൻ്റെ ആശങ്കകൾ എന്തൊക്കെയാണ്? ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ജിതിൻ കേൾക്കാം. ജിതിൻ, വെരി ഗുഡ് മോർണിംഗ്. അവിടെ കാലാവസ്ഥ പ്രതികൂലമാണ്. ഞാൻ SP യോട് സംസാരിച്ചിരുന്നു. അപ്പോൾ SP പറഞ്ഞത് പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും രാവിലെ 5:30 തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ്. പക്ഷേ ഇതുവരെയും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, ഇപ്പം മനസ്സിലാക്കുന്നത് ഇതുവരെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അറിയത്തില്ല എന്താണ്. ആക്ച്വലി ഞാൻ SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. അതിനുശേഷം പുള്ളി വന്നതിന് ശേഷം ഇനി കടത്തി വിടുമെന്ന് അറിയത്തില്ല. അവിടെ ഇപ്പോഴും കനത്ത മഴയാണോ ജിതിനുണ്ടാകുന്നത്? അതായത് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയുണ്ടോ അവിടെ? അല്ല, ഇപ്പം മഴ ഈ സമയത്ത് മഴയില്ല, പക്ഷേ മഴ ഉണ്ട്, പൊതുവെ മഴ ഉണ്ട്. ജിതിൻ, ഇത് നോക്കുമ്പോൾ കഴിഞ്ഞ 48 മണിക്കൂർ, അതായത് ചൊവ്വാഴ്ച രാവിലെ മണ്ണിടിക്കുന്നത് മുതൽ തുടർച്ചയായ 48 മണിക്കൂർ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമായി അവിടെ നടന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അതെ, എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ പറഞ്ഞത്, എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്നത് മുതലേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ വലിയ ശേഷമൊക്കെ അതിന് മുന്നത്തെ കാര്യമൊക്കെ വളരെ അവതാളത്തിലായിരുന്നു. മാത്രമല്ല, ഇന്നലെ മുതൽ നടന്നപ്പോൾ രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്നു എന്നാണ് നമ്മളടക്കം ഇന്നലെ സംസാരിച്ചത്. MP യോട് സംസാരിച്ചിരുന്നു നമ്മൾ. അപ്പോൾ SP പറഞ്ഞത് പക്ഷേ രാത്രിയിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായതുകൊണ്ട് അവസാനിപ്പിക്കുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലൊക്കെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ രാത്രിയിലും ഒക്കെ എത്രമാത്രം സാഹസികത നിറഞ്ഞതാണെങ്കിലും ആ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇന്നലെയും രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം ജിതിനുണ്ടോ? തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അത് നമുക്ക് ഇത്രയും നമ്മൾ 2024 നിൽക്കുമ്പോഴും ഇന്ത്യ നിൽക്കുമ്പോഴും അതിനൊരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിലില്ല എന്നുള്ള ഒരു രാത്രികാലങ്ങളിൽ ഒരു റെസ്ക്യൂ, ഇത്രയും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഇന്ത്യയിൽ, ഇത്രയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു ഇന്ത്യയിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ഒരു റെസ്ക്യൂ നടത്താനുള്ളൊരു സജ്ജീകരണം നമുക്കില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പരിതാപകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ബാക്കി എത്ര ആൾക്കാർ എന്തൊക്കെ അപകടങ്ങളിൽ പെടുന്നു. ജിതിൻ, ഇതിൽ നമ്മുടെ അർജുൻ മാത്രമല്ല, മറ്റൊരു ബെൻസുകാരിൽ വന്നൊരു കുടുംബവും ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുനെ കൂടാതെ കൂടുതൽ ആളുകൾ ആ മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടല്ലേ ജിതിൻ? ഉണ്ട് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അവർ എന്തെങ്കിലും മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു ടാങ്കർ ലോറി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതും അവിടെ തന്നെയാണോ ഒന്നും അറിയത്തില്ല. ലോറി ഏകദേശം കൺഫേം ആയിട്ട് നമുക്ക് വലിയ പ്രതീക്ഷ നൽകിയ 2 കാര്യങ്ങൾ. ഒന്ന്, ലോറി പുഴയിൽ വീണിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, മണ്ണിനടിയിൽ തന്നെയുണ്ട്. ഈ ലോറി ഇടയ്ക്ക് സ്റ്റാർട്ടായി GPS സിഗ്നൽ ലഭിച്ചിരുന്നു എന്ന് ഇന്നലെ ഈ ബസ്സിൻ്റെ ഈ ലോറിയുടെ ഉടമകൾ പറയുന്നത് നമ്മൾ കേട്ടു. ഒപ്പം തന്നെ ബെൻസിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് വന്നു. അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ജിതിന്? അത് നമ്മുടെ ഈ ട്രക്കിൽ നിന്നുള്ള ഇഗ്നിഷൻ തന്നെയാണോ? അതിലെന്തോ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്ന് അത് കറക്റ്റ് എനിക്ക് അറിയില്ല അതിൻ്റെ. പക്ഷേ ഫോൺ അവസാനമായി റിംഗ് ചെയ്തത് ഇന്നലെ 10:28 ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതെ, അതെല്ലാം ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചു. ഇവിടുത്തെ ഗവൺമെൻറ്റും സ്ഥിരീകരിച്ച് അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇന്നലെ IG യോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, SP സാർ വന്നിട്ട്. അതായത് ഇന്നലെ 10:28 വരെ ഫോൺ സ്വിച്ച് ഓൺ ആണെങ്കിൽ നമുക്കിപ്പോഴും വലിയ പ്രതീക്ഷകളുണ്ട്. മാത്രമല്ല, ആ ക്യാബിനിൽ ഓക്സിജൻ അല്പമെങ്കിലും കടന്നാൽ വെള്ളം കുടിക്കാനുള്ള സംവിധാനം അതിനുള്ളിലുണ്ട് അല്ലേ? ഉണ്ട്. ജീവൻ നിലനിർത്താനുള്ള എന്തെങ്കിലും ഭക്ഷണവും വെള്ളവും അതിലുണ്ടാവാൻ ഒരു ഉറപ്പ് തന്നെയാണ്. അത് അങ്ങനെ അവൻ കരുതി വെക്കുന്നത് വണ്ടികളിൽ. ഏറ്റവും ഒടുവിൽ ജിതിനുമായി അർജുൻ സംസാരിച്ചത് എപ്പോഴാണ്? അർജുനായിട്ട് ഞാൻ ഈ അടുത്ത് ഒരു 1 വീക്കായിട്ട് സംസാരിച്ചിട്ടില്ല ശരിക്കും. ഞങ്ങളൊരു 2 ആഴ്ച മുന്നേ നാട്ടിൽ നിന്ന് കണ്ടതാണ്, അല്ലാതെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യം, ഞാനിപ്പോൾ സഹോദരിയുമായി, അങ്ങയുടെ ഭാര്യയുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സൈന്യത്തെ തന്നെ വിളിക്കണം, അതല്ലാതെ ഇത് രക്ഷാപ്രവർത്തനം ഇങ്ങനെ പോയാൽ എന്താണ് എന്നൊരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേ ആശങ്ക തന്നെയാണോ ജിതിനുമുള്ളത്? അതെ. ഒന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് പ്രാവീണ്യമുള്ള ആൾക്കാർ, അതിനെ പെട്ടെന്ന് എത്തിക്കുക, അല്ലെങ്കിൽ സൈന്യത്തിനെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഓക്കെ ജിതിൻ, എന്തായാലും ജിതിൻ ബന്ധപ്പെടാം, ഞങ്ങൾ തുടർച്ചയായിട്ട് ബന്ധപ്പെടാം. ഈ വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും, അധികാരികളിലേക്കും എത്തിച്ചേക്കാം. ഇപ്പോൾ സഹോദരി ലൈനിലുണ്ട് ജിതിൻ, അങ്ങയുടെ ഭാര്യയും ഉണ്ട്. എനിക്കൊന്നും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും.